വാ ഒരു സിനിമ കാണാൻ പോയാലോ? നമ്മുടെ സ്വന്തം വേഫെയർ പ്രൊഡക്ഷൻസിന്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഞാൻ ഈ ഫിലിമിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സിനിമ കാണാൻ. അങ്ങനെ ഞാൻ തിയേറ്ററിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര തിരക്ക്. അപ്പൊ സിനിമയ്ക്ക് കയറുവാണേ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സിനിമ. മലയാളത്തിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഫിലിം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ഹോളിവുഡ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. നമ്മളെ വേറൊരു ലോകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഒരു ഫാന്റസി സൂപ്പർ ഹീറോ മിത്ത് മൂവി ആയിരുന്നു. ഓണം മസ്റ്റ് വാച്ച് മൂവി. പിന്നൊരു കാര്യം, പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മിസ് ചെയ്യരുത് കേട്ടോ. ഒരു സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ട്. മ്യൂസിക് ഒക്കെ വേറെ ലെവല്. ശരിക്കും പറഞ്ഞാൽ ജെയ്ക്സ് ബിജോയ് അഴിഞ്ഞാടിയേക്കുക. ഇതിന്റെ ആക്ടേഴ്സ് ആണെങ്കിലും ക്രൂ മെമ്പേഴ്സിന്റെ ഒക്കെ കാര്യം എടുത്തു പറയണ്ടയാ. നിമിഷിന്റെ സിനിമാറ്റോഗ്രഫി, കാസ്റ്റിംഗ്, എഡിറ്റിംഗ്, കോസ്റ്റ്യൂം, ആർട്ട് വർക്ക് എല്ലാം ഒരേ പൊളി. കല്യാണി പൊളിച്ചടുക്കിയേക്കുക. കല്യാണി നസ്ലിൻ കോംബോ ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ മലയാളത്തിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ചിത്രത്തിന്റെ കൂട്ടത്തിൽ ലോകയെ ഉറപ്പായിട്ടും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. മോളിവുഡിന്റെ അവഞ്ചേഴ്സ് ആണ് ലോക എന്ന് പറയാൻ പറ്റും. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് വെർസറ്റൈൽ ആക്ടർ വിജയരാഘവൻ സാർ ഇതിൽ വന്നൊരു കോർ പരിപാടി ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആരാ ഇതിലില്ലാത്തത്? നിങ്ങൾ വന്നൊന്ന് കണ്ടു നോക്ക്. ഇതിൽ ദുർഗ എന്ന് പറഞ്ഞൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും കുട്ടികളും ഒക്കെ ആയിട്ടാണ് പോയത്. കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെട്ടു. ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറടിക്കത്തില്ല. അത്രയ്ക്ക് ഭംഗിയുള്ളതാണ് അതിൻ്റെ വിഷ്വൽസും ഒക്കെ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാട്ടോ ഇത്. പടം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേ എനിക്ക് വേറെ ഏതോ ഒരു ലോകത്ത് പോയിട്ട് തിരിച്ചു വരുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പടം പൊളി. ഇതാണ് ഈ ഫിലിമിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ മെൽവിൻ. നന്നായിട്ട് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ബായ്. അപ്പം എല്ലാവരും പോയി ഫിലിം കാണണം.